ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലെത്തിയിരിക്കുന്നു കേട്ടോ. കാരണം ഉപ്പായുടെ മോനാണ് വരുന്നത്. ഉപ്പാൻ്റെ ആകെയുള്ള ഒരേ ഒരു മോനാണ്. ഉപ്പാക്ക് 2 പെൺകുട്ടികളും ഒരു മോനുമാണ് കേട്ടോ. രണ്ടാമത്തതാണ് മോന്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലെത്തിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ പ്രവേശനം ആളുകളെ പറഞ്ഞേക്കണുണ്ട്, ആഗമനത്തിന് കാത്തിക്കുന്നുണ്ട്, എല്ലാവരും കാത്തിരിക്കണ്. ഓരോരുത്തർ പോകുമ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പുറപ്പെടൽ. അപ്പോൾ നമുക്ക് ആഗമനം കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഓല ഇറങ്ങിക്കണോ? എപ്പോഴാണ് ഇറങ്ങുക? 8:09 8:09 ഒരു എന്താ പറയുക, അരമണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ പോകാനുള്ള പ്രവാസികളൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കണ ഒരു രംഗം കേട്ടോ കാണുന്നത്. എല്ലാവരും കുഞ്ഞുമക്കളെ യാത്രയൊക്കെയാണ്. ഉപ്പുമാരൊക്കെ ആദ്യമായിട്ട് പോകണമല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം കേട്ടോ. വരുന്നത് നമുക്ക് അവിടെ അപ്പുറത്താണ് കേട്ടോ. ഓരോരുത്തർ പോകുമ്പോഴത്തെ ഒരു സങ്കടേ, അത് ഭയങ്കര വല്ലാത്തൊരു സങ്കടം തന്നെയാണല്ലോ. ഗൾഫിൽ നിന്ന് വരിക പറയുമ്പോൾ നല്ല ഹാപ്പിയാണ് എല്ലാവർക്കും. പക്ഷേ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര. അപ്പം നമ്മൾ കയറിയ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരാണ് ഈ പോകുന്നത്. കണ്ടില്ലേ, ഞങ്ങളന്ന് പോയപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇതേ യൂണിഫോം തന്നെ ആയിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ നമ്മൾ ആളുകളെ കാത്തു നിൽക്കുകയാണ്. ഇത് പുറപ്പെടലാണ് കേട്ടോ. നമ്മൾ ഇവർ അബുദാബിയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അബുദാബി ടു കാലിക്കറ്റ് എന്ന ഫ്ലൈറ്റിനാണ് വരുന്നത്. ഓക്കെ, അത് ഇതിലപ്പാ എയർ ഇന്ത്യത്തിലേ ഞങ്ങൾ അതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പോൾ പൊന്നാര മകനെ കാത്തിരിക്കുകയാണ് ഉപ്പ. മകനെ മാത്രമല്ല, പേരക്കുട്ടികളും മരുമകളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 8 പേരക്കുട്ടികൾ ഒരുമിച്ചാവും അല്ലേ? ഇപ്പോൾ ഉള്ള 7 6, ബാക്കി 2 ഗൾഫിലായതുകൊണ്ടേ. എവിടെയാണ് ഇപ്പോൾ വരല്ലേ ഓലെ? ആ ഭാഗത്തേക്കാറല്ലേ അന്താരാഷ്ട്ര ആഗമനം, അവിടെയായിരിക്കും. ഫ്ലൈറ്റ് ഇറങ്ങിക്കണോ അറിയില്ല. ഇവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് കാണാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ ഗാലറിയിൽ കയറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റ് കാണൂല. അപ്പുറത്ത് അന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിൻ്റെ കേട്ടാ. അന്ന് ഞങ്ങൾ അല്ലൈനക്ക് പോയില്ലേ. അന്ന് എപ്പോഴും അല്ലൈനക്ക് അങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടാവാറില്ല രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾ വരുന്ന ആ ഒരു വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മയും മുത്തും ഷിഫൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ദേശീയ പുറപ്പെടൽ, ദേശീയ ആഗമനം. അല്ല, അതിപ്പോൾ അതാ കോയിൻ ഇട്ടുകാണ്ട് മസാജ് ചെയ്യണേ. അതാണ് ഒരു കോയിൻ. ഇങ്ങനെ എന്താവും. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇതാ മിന്നു ആൻഡ് സഫമോള് ആൻഡ് ഇച്ഛന ആൻഡ് കുഞ്ഞോള് ഒക്കെ താൻ അന്താരാഷ്ട്ര ആഗമനം. അന്ന് ഞങ്ങളവിടെ ഇപ്പോൾ ഇറങ്ങിയിട്ടത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു കാലത്ത് ഇതിനുള്ളിൽ കാണാൻ കൊതിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ കൊതിയൊന്നുമില്ല, മാറി. അപ്പോൾ ഇവിടെ കടകളുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള കടകൾ, ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എയർപോർട്ടിലൊരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ രാവിലെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേനും എല്ലാവരും എത്തി തുടങ്ങും. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഷമ്മാസിനോട് ചോദിച്ചു നോക്കാം. മോനെ, നീ ആരെ കാത്തുക്കണേ? ആരെ? ഷെസിലിനെ കാത്തുക്ക? ഷെസിലിനെ കാത്തുക്കണല്ലേ? ശരി. ഇന്ന് സ്കൂൾക്ക് പോവോ? പോകും. ഇന്ന് ലീവാ? അത് ശരി.
ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട മോനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഉപ്പ. ഓക്കെ. ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? 8:30 എന്നൊക്കെ പറഞ്ഞ ആഗമന 7 അബുദാബി ടു അബുദാബി. വന്നുകൊണ്ട് ഇരിക്കുകയാണല്ലേ? ഓക്കെ. അല്ലേ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കുമല്ലോ അല്ലേ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ, അത് ആരെയും കൊണ്ടുവരാൻ വരുമ്പോൾ. അതുപോലെ തന്നെ ദുഃഖമുള്ള സമയം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും കൊണ്ടാക്കാൻ പോകുമ്പോഴേ വെച്ചാൽ വലിയ ദുഃഖമുള്ള ടൈമുണ്ടാവും. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ സന്തോഷത്തിലാണ് കേട്ടോ, പഠിച്ചവൻ്റെ നിയമത്ത് കൊണ്ട്. ഇപ്പോൾ അവർ ഏതാനും നിമിഷങ്ങൾക്ക് എത്തും, ഇറങ്ങിയിട്ടില്ല, അവൾ ഫ്ലൈറ്റിൽ തന്നെയാണ്. ആകാംക്ഷയേറിയ നിമിഷങ്ങളാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബ്രദറിനെയും മക്കളെ നാത്തൂനെയൊക്കെ കാത്തിരിക്കാൻ കേട്ടോ. ഞങ്ങൾ കുറച്ച് അയക്കണ് പോയിട്ട്, ഞങ്ങളിപ്പോൾ പോയിട്ടൊരു മാസം വിസിറ്റിങ്ങിന് പോയി വന്നു. എങ്കിലും ഇവരെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ട്, അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. സഫമോളെ ആരാ കാത്തിക്കണേ? കുഞ്ഞു മോളോ ആരാ കാത്തിരിക്കണേ? മാമനെയും കുട്ടികൾ. എടാ ഷമാസ് ആരാ കാത്തിരിക്കണേ? ഷെസിൽ. ആരാ കാത്തിരിക്കണേ? ഷെസിലാണ് എല്ലാവർക്കും മെയിനായിട്ടുള്ളത് കേട്ടോ. ഷെസിൽ എന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ അത്രയധികം ഇടം പിടിച്ചത് കൊണ്ടായിരിക്കും ഈ ഷെസിൽ എന്നുള്ള ചിന്ത മാത്രമേ ഇവൽക്കുള്ളൂ കേട്ടോ. ഷെസിലുണ്ട്, അതിന് നേരെ മൂത്ത മോനും ഷഹബാസ് മോനുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഓരോരുത്തരുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഇതൊക്കെ ചെക്ക് ചെയ്ത് ഓരോരുത്തരെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹിജാബി അത് അതിലേ പോകുന്നു. ഹിജാബി, വാട്ട്സ് യുവർ നെയിം? ഹിജാബിയുടെ പേരെന്താ? ഈ ഹിജാബി നിങ്ങൾ കൊണ്ടുവന്നതാണോ? ഓന ഹിജാബി കിനാവ്. അപ്പൊ അവനിപ്പോ വരും കേട്ടോ. വരുന്നേ വരെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വീഡിയോ പിന്നെ എടുക്കാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാത്തിരിക്കാണ് കേട്ടോ. അപ്പൊ വരും.